ചിലപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് റിവിഷന്റെ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയായിരിക്കും ആ ഒരു റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതെങ്ങനെയായിരിക്കും? ആക്ച്വലി നമ്മൾ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് മാപ്പ് ചെയ്തതിന് ശേഷം ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമല്ലോ. സോ അതിനുശേഷം അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് പല റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അതിനകത്ത് അതായത് ഒരു ക്ലയന്റും ഒരു ഡിസൈനറും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അത് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും കൂടി ഒരേ ദിശയിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒരു ഡിസൈൻ ചെയ്യുന്നൊരു ഡിസൈനർ എപ്പോഴും ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു വീട് എത്രത്തോളം ഭംഗിയാക്കാം, എങ്ങനെ അത് ഭംഗിയാക്കാം, ആ ഒരു പ്രീ ഡിസൈൻ മൈൻഡിലായിരിക്കും, ഒരു പ്ലോട്ട് കണ്ട് റിക്വയർമെന്റ്സ് മാപ്പ് ചെയ്തൊരു മൈൻഡിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്ലാൻ കാണുന്ന ഒരു ക്ലയൻറ്റ്, ഓക്കെ, പല ഓപ്ഷനാണ്. ചിലപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ക്ലയൻറ്റിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ പ്ലാൻ. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ഗ്രൂപ്പിലോട്ട് അങ്ങ് ഷെയർ ചെയ്യും. ചില ക്ലയൻസിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം, അതുണ്ടാവാം, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാം. സോ അവിടെ കിടന്ന് ഈ പ്ലാൻ ഇങ്ങനെ കറങ്ങും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീട് നമ്മുടെയാണ്, താമസിക്കേണ്ടത്. അതായത് ഇപ്പൊ അശ്വതിയുടെ ഒരു റിക്വയർമെന്റ് ഇന്ത്യയില് ഡിഫറെന്റ് ആയിരിക്കും എൻ്റെ നിന്ന്. ഓക്കെ, നമുക്ക് എന്താണോ ആ വീട്ടിൽ വേണ്ടത് അത് അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. അതല്ലാതെ എന്റെ കമന്റ്സ് അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാണുമ്പോൾ രസമായിരിക്കും, നാലാൾക്കാർ വന്ന അഭിപ്രായം പറയിരിക്കും, പക്ഷെ നമ്മുടെ ഇന്നർ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഇല്ല ഒരിക്കലും. കാര്യം നമ്മുടെ ഡ്രീം ആണല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്ത റിക്വയർമെന്റ് ആയിട്ട് അതില് ഞാൻ ബേസിക്കലി പറയുന്നതെന്ന് വെച്ചാൽ അതിന് നമ്മുടെ ഇപ്പൊ റൂമിന്റെ പൊസിഷനോ അല്ലെങ്കിൽ സൈസസോ കാര്യങ്ങളോ കൂടുതൽ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളിപ്പോ എങ്ങനെ വന്നാലും ഏതൊരു മനുഷ്യനും വീടിനെ പറ്റി ഒരു ആഗ്രഹം വരുമ്പോൾ മനസ്സിലെങ്ങനെയാന്നുള്ളത് വരും. സോ അത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ, അല്ലെങ്കിൽ ആ വന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ റീവർക്ക് ചെയ്യണമെന്നുള്ളത് ആദ്യം ആലോചിക്കാം. ഓക്കെ, അത് പ്രാക്ടിക്കലി കറക്റ്റ് ആണോ? നമുക്ക് എല്ലാ ഡിസൈൻസും എല്ലാ ഏരിയയിലും പറ്റിയെന്ന് വരില്ല. ഞാൻ നേരത്തെ ഒരു പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, പ്ലോട്ടിനനുസരിച്ച് മാറും. അപ്പൊ ക്ലയന്റിന് അതുണ്ടെങ്കിൽ ഒരു ഡിസൈനറിന്റെ ജോബാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ് അത് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തു എന്നുള്ളത് ആദ്യമേ തന്നെ ഈ ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യണം. 100% മനസ്സിലായിണ്ടാവില്ല. എന്റെ പല ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പല കാര്യങ്ങളോ എന്തുകൊണ്ട് അത് ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ ആ പ്ലാൻ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഒരു 30% ക്ലയൻസിനും അത് മനസ്സിലാവാറില്ല. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ എലമെന്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് മിനിമം 2 to 3 days ടൈം കൊടുക്കണം അത് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞിട്ട് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് റിവൈസ് ചെയ്ത് കൊടുക്കുക. അതും ടെക്നിക്കലി നമ്മൾ നോക്കുക ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതൊരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലം പോലും കാണാത്ത പല ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആയിരിക്കും ഇതിൽ കമന്റ് പറയുന്നത്. അവര് കമന്റ് പറയുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ടായിരിക്കും, ഒരിക്കലും നമ്മള് ക്ലയന്റിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല അതിനകത്ത്. സോ അതപ്പോ നമ്മുടെ വീട് നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ക്ലിയർ ആയിട്ട് ആ പ്ലാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിവൈസ് ചെയ്യാം. എനിക്കൊന്നു നമുക്ക് സ്വയം ഒരു ഐഡിയ പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഷെയർ ചെയ്ത് പോകുന്നത് ചിലപ്പോ. യെസ്, അതും ഒരു ഇതുണ്ട്. അതായത് എന്റെ പ്ലാൻ നല്ലതാണോ, മീൻസ് എന്റെ വീടിന്റെ പ്ലാൻ നല്ലതാണോ, മറ്റുള്ളവര് നല്ലതാണ് അടിപൊളിയാന്ന് പറയുമോ. സോ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ വീട് നമുക്ക് ജീവിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് വേണ്ട എനർജി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫീൽ ആ വീട് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ അങ്ങനെ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതെ, നമ്മുടെ ഇഷ്ടം അതിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് പല കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അത് ഒരു യൂണിഫോം കൺസ്ട്രെയിൻ ലിസ്റ്റ് അല്ല, അത് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ഫാമിലി ടു ഫാമിലി ഡിഫേർഡ് ആണത്. സോ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ ഈസ് ഓൾസോ പ്രോബ്ലം. ഓക്കെ, സോ അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക. ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ ഓക്കെ നിങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു, നോ ഇഷ്യൂ. ബട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മൾ പോപ്പപ്പ് ചെയ്ത് ഒരാളുടെ കമന്റ്സിന് വേണ്ടി അത് നമ്മൾ ആലോചിക്കുകയും കൂടി ഇല്ല അത് നമ്മുടെ അവിടെ മാച്ച് ആവുമോ ഇല്ലയോ എന്നുള്ളത്. അതെ, അവര് സജഷൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവര് പറയുന്നത് അങ്ങനെ ആണല്ലോ, അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും എന്ന് ചിന്തിച്ച് ഇവിടെ വന്ന് റിവിഷൻ പറയാനുള്ള ചാൻസ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു ആദ്യം നിന്ന പ്ലാനിലോട്ട് പോകും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കണമെന്ന് അത്രയും നമ്മൾ ചെയ്ത ടൈം വലിയൊരു ഫാക്ടറാണ്. സോ
അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ടൈം ഒരു വേസ്റ്റ് ആവും. പിന്നെ അവർക്ക് ആ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ആയാലും അവർക്ക് അവരുടെ ഒരു ഫ്രീഡം പോകും. നമ്മളെപ്പോഴും ഒരു ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ഫേമിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് അതിന്റെ ഒരു ഫ്രീഡം 100% ആയിട്ട് കൊടുക്കണം. അതെ അതെ എന്നാലേ അതിന്റെ ഒരു മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടുള്ളൂ. അതെ അതെ നമ്മൾ അത് ശരി അതിങ്ങനെ മാറ്റി ഇതിങ്ങനെ മാറ്റി അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേപ്പറിൽ വരച്ചാൽ മതി. എൻ്റെ അടുത്ത് പല ക്ലയൻസ് വരാറുണ്ട്, ഇവർ കംപ്ലീറ്റ് വീട് വരച്ചു കൊണ്ടുവരും. ഓക്കെ, സോ അത് വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് വീടാണ്. സോ അതിലൊരു ലൈഫാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, എങ്ങനെ അതിന്റെ അറേഞ്ച്മെന്റ്സ് അത് നമ്മൾ റീഡ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയും അതിന് വേണ്ട ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത്. അവർ 100% വെൽക്കം ആയിരിക്കും കേട്ടോ. അവർ പക്ഷെ സ്റ്റഡി ചെയ്തിട്ട് ഒരു പ്രോപ്പർലി പ്യൂവറായിട്ട് വരച്ച് സ്കെയിലിൽ വരച്ചിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അത്രയും ഇൻവോൾവ് ആണ്. ഓക്കെ, സോ അങ്ങനെ തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ഒരു ക്ലയന്റിനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. അതെ, അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ളൊരു അതെ, അവരത് മനസ്സിലാക്കും എന്തിനു വേണ്ടി. കാരണം അവര് വരച്ചതോ അത്രയും അവർക്ക് അവരുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ടാണ് അവർ വരയ്ക്കുന്നത്. പ്രോപ്പർ ഐഡിയ അവർക്കുണ്ട്. അതെ, പക്ഷെ അതൊരു ക്രിയേറ്റീവ് മൈൻഡിലോട്ട് ആക്കിയിട്ടാണ് നമ്മളത് രണ്ടാമത് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത്.